Dear students, fourth semester BComന്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന പേപ്പറിലെ റിഗ്രഷൻ അനാലിസിസ് എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട്. റിഗ്രഷൻ അനാലിസിസ്. കോറിലേഷൻ അനാലിസിസ് അനലൈസസ് whether two variables are correlated or not. After having established the fact that two variables are closely related, we may be interested in estimating the value of one variable given the value of another. Hence, regression analysis means to analyze the average relationship between two variables and thereby provides a mechanism for estimation or prediction or forecasting. Correlation analysis analyzes whether two variables are correlated or not. After having established the fact that two variables are closely related, we may be interested in estimating the value of one variable given the value of another. Hence, regression analysis means to analyze the average relationship between two variables and thereby provides a mechanism for estimation or prediction or forecasting. The term regression was firstly used by Sir Francis Galton. The dictionary meaning of the term regression is stepping back to the average. Definition. Regression is the measure of the average relationship between two or more variables in terms of the original units of the data. Regression is the measure of the average relationship between two or more variables in terms of the original units of the data. Regression analysis is an attempt to establish the nature of the relationship. Nature of the relationship between variables. That is to study the functional relationship between the variables and thereby provides a mechanism for prediction or forecasting. Correlation എന്ന് പറയുന്നത് രണ്ട് ചരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രത ആണ് മെഷർ ചെയ്യുന്നത്. രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്വഭാവത്തെ കണ്ടെത്തുന്നതിന്, നേച്ചർ ഓഫ് ദ റിലേഷൻഷിപ്പ് കണ്ടെത്തുന്നതിന് ഉള്ള ഒരു രീതിയാണ് റിഗ്രഷൻ. സർ ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന വിഖ്യാതനായ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനാണ് റിഗ്രഷൻ അനാലിസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു പഠനത്തിൽ നിന്നുമാണ് റിഗ്രഷൻ എന്ന ആശയം ഉരുത്തിരിഞ്ഞു വന്നത്. പഠനം ഇതായിരുന്നു: പിതാക്കന്മാരുടെയും പുത്രന്മാരുടെയും ഉയരങ്ങളെക്കുറിച്ചൊരു പഠനം നടത്തി. അതിനായിട്ട് പിതാക്കന്മാരുടെ ഒരു പോപ്പുലേഷൻ ഉണ്ടാക്കി, പുത്രന്മാരുടെ ഒരു പോപ്പുലേഷൻ തയ്യാറാക്കി. രണ്ട് പോപ്പുലേഷൻ്റെയും ഹൈറ്റ്സ് മെഷർ ചെയ്തു, എല്ലാവരുടെയും ഉയരങ്ങൾ മെഷർ ചെയ്തു. പിതാക്കന്മാരുടെ പോപ്പുലേഷൻ്റെ ശരാശരി ഉയരം, ആവറേജ് ഹൈറ്റ് കണ്ടെത്തി. പുത്രന്മാരുടെ പോപ്പുലേഷൻ്റെ ആവറേജ് ഹൈറ്റും കണ്ടെത്തി. അപ്പോൾ പിതാക്കന്മാരുടെ പോപ്പുലേഷനിൽ അസാധാരണമായ ഉയരമുള്ള ആളുകളുണ്ടായിരുന്നു. ആ അസാധാരണമായ ഉയരമുള്ള ആളുകളുടെ പുത്രന്മാരുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ആകെയുള്ള പിതാക്കന്മാരുടെ പോപ്പുലേഷൻ്റെ ശരാശരി ഉയരത്തിന് ഏകദേശം തുല്യമായി കണ്ടു. അപ്പോൾ പിതാക്കളുടെ പോപ്പുലേഷൻ്റെ ആവറേജ് ഹൈറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അത് തന്നെ ആയിരുന്നു അതിലെ അസാധാരണമായ ഉയരമുള്ള ആളുകളുടെ പുത്രന്മാരുടെ ഹൈറ്റായിട്ട് കണ്ടെത്തിയത്. ഇതിനെ റിഗ്രഷൻ എന്ന ഒരു ആശയമായി അദ്ദേഹം രൂപപ്പെടുത്തിക്കൊണ്ടുവന്നു. പിന്നീട് ഗാൾട്ടൺ റിഗ്രഷനെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലെ പഠനത്തിൽ നിന്നുമാണ് ഉണ്ടാക്കിക്കൊണ്ടുവന്നത് എങ്കിലും ഇന്ന് പല മേഖലയിലും റിഗ്രഷൻ എന്ന ആശയത്തിന് പ്രസക്തിയുണ്ട്. ശാസ്ത്രത്തിൻ്റെ എല്ലാ മേഖലകളിലും റിഗ്രഷൻ അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ മെഡിസിനിലുണ്ട്, ബിസിനസ്സിൽ, ഇക്കണോമിക്സിൽ, അങ്ങനെ പല ഒരുവിധം എല്ലാ മേഖലകളിലും റിഗ്രഷൻ അനാലിസിസ് ഉപയോഗത്തിലുണ്ട്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, രണ്ട് വേരിയബിൾസ് കൺസിഡർ ചെയ്യാം.
അപ്പോൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഈസ് എ മാത്തമാറ്റിക്കൽ മെഷർ ഓഫ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. Regression analysis is a mathematical measure of the nature of relationship between two or more variables. ശാസ്ത്ര മേഖലകളിലെല്ലാം റിഗ്രഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതായത് പ്രഡിക്ഷൻ നടത്തുക, എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതെല്ലാം വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള മേഖലകളിൽ റിഗ്രഷൻ അനാലിസിസിൻ്റെ ഉപയോഗം ധാരാളമാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും തമ്മിലുള്ള ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷനാണ് ഉള്ളത്. അതായത് കാര്യകാരണ ബന്ധം. ഉദാഹരണത്തിന് ഇൻകം, എക്സ്പെൻഡിച്ചർ, രണ്ട് വേരിയബിൾസ് എടുക്കാം. ഇൻകം, എക്സ്പെൻഡിച്ചർ, വരുമാനവും ചെലവും. ഇവ കൺസിഡർ ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചർ എപ്പോഴും ഇൻകത്തെ ആശ്രയിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇൻകം കൂടുതലാകുമ്പോൾ എക്സ്പെൻഡിച്ചർ നമുക്ക് കൂട്ടാൻ കഴിയും. ഇൻകം കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചെലവ് കുറയ്ക്കാൻ ബാധ്യസ്ഥരാകും. അതായത് ചെലവ് എന്ന വേരിയബിൾ ഇൻകത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ചെലവ് എന്ന വേരിയബിൾ ഇൻകത്തെ ആശ്രയിച്ച് ഇരിക്കുന്നു. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ചരമാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ ചെലവ് ഇൻകത്തെ ആശ്രയിക്കുന്നു. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഒരു ആശ്രിത ചരമാണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ ഇൻകത്തിലൊരു ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ എക്സ്പെൻഡിച്ചറിൽ ഒരു ഇൻക്രീസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇൻകത്തിലൊരു കുറവ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എക്സ്പെൻഡിച്ചറിലും ഒരു കുറവുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ സ്വതന്ത്ര ചരവും, എക്സ്പെൻഡിച്ചർ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആശ്രിത ചരവും ആണ്. ഇനി അതുപോലെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഏജും ബ്ലഡ് പ്രഷറും രണ്ട് ചരങ്ങളായിട്ട് എടുത്തു. ഏജ്, ബ്ലഡ് പ്രഷർ. നമുക്കറിയാം വയസ്സിനനുസരിച്ച് നമ്മുടെ ബ്ലഡ് പ്രഷറിൽ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ വയസ്സും ബ്ലഡ് പ്രഷറും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ അവയുടെ ഡാറ്റ പരിഗണിച്ചാൽ നമുക്ക് ഒരു വേരിയബിളിൽ മാറ്റം ഉണ്ടാകുന്നതിനനുസരിച്ച് മറ്റു വേരിയബിളിലുള്ള മാറ്റം കണ്ടെത്താൻ കഴിയും. അതായത് വയസ്സും ബ്ലഡ് പ്രഷറും തമ്മിലുള്ള ഡാറ്റ പരിഗണിച്ച് ഒരു റിഗ്രഷൻ, അതായത് ആ വേരിയബിളിൻ്റെ നേച്ചർ അനലൈസ് ചെയ്താൽ വേരിയബിൾസ് തമ്മിലുള്ള നേച്ചറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. വേരിയബിൾസ് തമ്മിലുള്ള നേച്ചറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. അങ്ങനെ നേച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്താൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഏജുള്ള ഒരു വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ എന്തായിരിക്കണം എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയും. അതാണ് റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നാണ് പറയുന്നത്. റിഗ്രഷൻ നമുക്ക് എസ്റ്റിമേഷൻ അല്ലെങ്കിൽ പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഫോർകാസ്റ്റിങ്ങിന് സഹായിക്കുന്നുണ്ട്. ഇത്തരം റിലേഷനുകളാണ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ. അപ്പോൾ റിഗ്രഷൻ എന്ന് പറയുന്നത് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ ഉണ്ടാകുമ്പോഴാണ് റിഗ്രഷൻ അനാലിസിസ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ തമ്മിലുള്ള നേച്ചറിനെ ചില മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ്റെ രൂപത്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ലീനിയറോ നോൺ ലീനിയറോ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ്റെ രൂപത്തിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. ആ ഫംഗ്ഷനുകളെ റിഗ്രഷൻ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നു. ഈ റിഗ്രഷൻ ഇക്വേഷൻസ് ലീനിയർ ആണെങ്കിൽ നമ്മൾ അതിനെ റിഗ്രഷൻ ലൈൻസ് എന്ന് പറയാറുണ്ട്. റിഗ്രഷൻ ലൈൻസ്. നമുക്ക് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് റിഗ്രഷൻ ലൈൻസ് ആണ്. ലീനിയർ റിഗ്രഷനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും തമ്മിലുള്ള ഒരു റിലേഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിനുശേഷം അങ്ങനെ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ആ എസ്റ്റാബ്ലിഷ് ചെയ്ത റിലേഷനുകൾ ഉപയോഗിച്ച് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഒരു പ്രത്യേക വിലയ്ക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വിലയെ പ്രഡിക്റ്റ് ചെയ്യുക. ഇതാണ് റിഗ്രഷനിൽ സംഭവിക്കുന്നത്. അതായത് എസ്റ്റാബ്ലിഷ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. പിന്നീട് ഫോർകാസ്റ്റ് ന്യൂ ഒബ്സർവേഷൻസ്. It is clear from the above definition that regression analysis is a statistical device with the help of which we are able to estimate the unknown values of one variable from known values of another variable.
The variable which is used to predict the another variable is called independent variable, and the variable we are trying to predict is called dependent variable. The analysis used in regression is called simple linear regression analysis. It is called simple because there is only one predictor. It is called linear because it is assumed that there is a linear relationship between independent variable and dependent variable. The analysis used in regression is called simple linear regression analysis. അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അത് സിമ്പിൾ ആവാനുള്ള കാരണം there is only one predictor. അതുപോലെ അത് ലീനിയർ ആവാൻ കാരണം ആ റിലേഷൻഷിപ്പ് ലീനിയർ ആവാനുള്ള കാരണം ഇറ്റ് ഈസ് കോൾഡ് ലീനിയർ ബിക്കോസ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദർ ഈസ് ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ടൈപ്സ് ഓഫ് റിഗ്രഷൻ, രണ്ട് റിഗ്രഷനാണ് നമുക്ക് വരുന്നത്, ലീനിയർ റിഗ്രഷനും മൾട്ടിപ്പിൾ റിഗ്രഷനും. പക്ഷെ നമുക്ക് ലീനിയർ റിഗ്രഷനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. There are two types of regression. They are linear or simple regression and multiple regression. Linear regression, when there are only two variables, the regression equation obtained is called simple regression or linear regression. Multiple regression. In multiple regression analysis, there are more than two variables and we try to find out the effect of two or more independent variables on one dependent variable. Let x, y and z be three variables. Let x and y be the independent variables and z be depending on them. Then we use regression analysis to study the relative movement of z for a unit movement in x and y. Regression lines. Regression line is a graphic technique to show the functional relationship between the two variables x and y. It is a line which shows the average relationship between two variables x and y. Regression line is a graphic technique to show the functional relationship between the two variables x and y. If there is perfect positive correlation between two variables, then the two regression lines are winding each other and to give one line. There would be two regression lines when there is no perfect correlation between two variables. Correlation coefficient 1 ആണെങ്കിൽ, അതായത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ നമുക്ക് ഒരു റിഗ്രഷൻ ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ട് റിഗ്രഷനും കൂടെ ഒന്നായിട്ട് കോയിൻസൈഡ് ചെയ്ത് വരും. ഇനി പെർഫെക്റ്റ് കോറിലേഷൻ അല്ലെങ്കിൽ നമുക്ക് രണ്ട് റിഗ്രഷൻ ലൈൻസ് കിട്ടും. പിന്നെ the nearer the two regression lines to each other, the higher is the degree of correlation. If degree of correlation is high, the two regression lines are nearer. If the degree of correlation is less, then the regression lines are farther. The nearer the two regression lines to each other, the higher is the degree of correlation, and the farther the regression lines from each other, the lesser is the degree of correlation. Properties of regression lines. The two regression lines cut each other at the point of average of x and average of y. രണ്ട് റിഗ്രഷൻ ലൈൻസ് ഉണ്ടായിരിക്കും. റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ ഉണ്ട്, റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ഉണ്ട്. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും രണ്ട് ഇക്വേഷൻസ് ആണ്. അതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് എക്സ് ബാർ വൈ ബാർ. When r equal to 1, the two regression lines coincide each other and give one line. When r equal to 0, the two regression lines are mutually perpendicular. Regression equations, estimating equations. There are two types of regression equations. Regression equations are algebraic expressions of the regression lines. Since there are two regression lines, therefore two regression equations. They are, first one, regression equation of x on y. This is used to describe the variations in the value of x for given changes in y. നമുക്ക് for a given value of y, വൈയുടെ വാല്യൂ തന്നു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എക്സ് ഓൺ വൈ എന്നുള്ള ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Regression equation of y on x. This is used to describe the variations in the value of y for given changes in x. For given value of x, value xന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ വൈയുടെ വാല്യൂ കണ്ടെത്താൻ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on xൽ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Least square method of computing regression equation. The method of least square is an objective method of determining the best relationship between the two variables
constituting a bivariate data. To find out best relationship means to determine the values of the constants involved in the functional relationship between the two variables. This can be done by the principle of least squares. Method of least squares is a method of drawing regression line by applying principle of least squares. The principle of least squares says that the sum of the squares of the deviations between the observed values and estimated values should be the least. In other words, sigma y0 minus yc whole square will be the minimum. The principle of least squares is that principle which states that the line of best fit should be drawn in such a manner that the sum of the squares of difference between the non-values of the dependent variable, that is the observed values, and the corresponding values of it obtained from the line of best fit, that is the estimated values, should be the least. With a little algebra and differential calculators, we can develop some equations, two equations in case of linear relationship called normal equations. By solving these normal equations, we can find out the best values of the constants. Line of best fit എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. ഒരു സ്കാറ്റർ ഡയഗ്രാം പരിഗണിക്കാം. എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വൈ ഡിപെൻഡൻറ്റ് വേരിയബിളുമായിട്ട്. അപ്പോൾ ആ പോയിൻറ്റ്സ് ഇതാണെന്ന്, ഒന്ന് x1 y1, ഇവിടെ x2 y2 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ x3 y3 എന്നൊരു പോയിൻ്റ്, x4 y4, ഇങ്ങനെ 4 പോയിൻറ്റ്സ് സ്കാറ്റർ ഡയഗ്രാമായിട്ട് നമ്മൾ വരച്ചു, 4 പോയിൻറ്റ്സിന്. അപ്പോൾ ഈ സ്കാറ്റർ ഡയഗ്രത്തിൽ നമുക്കൊരു ലീനിയർ റിലേഷൻഷിപ്പ് കാണാൻ കഴിയും. ഇനി നമുക്കൊരു ലൈൻ വരയ്ക്കണം. ഇവിടെ നമുക്കൊരു ലൈൻ വരയ്ക്കണം. ആ ലൈനിന് ചുറ്റും ഈ പോയിൻറ്റ്സ് അങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതായി കാണും ചെയ്യും. അങ്ങനെ ഒരു ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇനി വേറെ ഒരാൾ ഇവിടെ ലൈൻ വരയ്ക്കാം, വേറെ ആൾക്ക് വരയ്ക്കാം. അപ്പോൾ ഈ ലൈൻ തന്നെ വേണമെന്നില്ല, മറ്റൊരു ലൈൻ അദ്ദേഹം വരയ്ക്കാം. അല്ലെങ്കിൽ ഇനി മൂന്നാമതൊരാൾക്ക് വേറൊരു ലൈൻ വരയ്ക്കാം. ഈ രണ്ടും അല്ലാതെ മൂന്നാമതൊരു ലൈൻ വരയ്ക്കാം. പക്ഷേ ഇങ്ങനെ ലൈൻസ് വരയ്ക്കുമ്പോൾ ഒന്നിലധികം ലൈനുകൾ വരയ്ക്കാൻ കഴിയും. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും മികച്ച ലൈൻ, അതിനാണ് നമ്മൾ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിഗ്രഷൻ ലൈൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമത്തെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ പറയുന്നത്, നമ്മൾ ഇവിടുത്തെ ഈ ഒരു പോയിന്റ് x1 y1 ആണെന്ന് വിചാരിക്കുക. x1 y1 ആണെങ്കിൽ ഇവിടെ ഒബ്സർവ്ഡ് വാല്യൂ x1 എന്ന് പറഞ്ഞ വാല്യൂവിൻ്റെ ഒബ്സർവ്ഡ് വാല്യൂ y1 ആണ്. ഇവിടെ x2 y2 ആണെങ്കിൽ y2 ഒബ്സർവ്ഡ് വാല്യൂ, x3 y3 ആണെങ്കിൽ y3 ഒബ്സർവ്ഡ് വാല്യൂ, x4 y4 ആണെങ്കിൽ y4 ഒബ്സർവ്ഡ് വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ. അതാണ് x1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ y1, x2ന് കറസ്പോണ്ടിങ് ആയിട്ട് y2, x3ക്ക് y3, x4ന് y4. ഇനി ഇത് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ആണ്. ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് ഇത് x1 y1 ആണെങ്കിൽ ഇവിടെ ഈ പോയിന്റ് എന്തായിരിക്കും, x1 വൈക്ക് മാറ്റം വരും, y1 ആവില്ല, വേറെ ഒന്നാണ്. ഇത് x1 y1 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും, x1 ആ പോയിന്റ് y1 ഡാഷ് ആണെന്ന് വിചാരിക്കും, x1 y1 ഡാഷ്. ഇത് x2 ആണ്, ഈ പോയിന്റ് x2 y2 ആണ്. അപ്പോൾ ഇവിടെ x2 y2 ഡാഷ് ആയിരിക്കും, x2ൻ്റെ എസ്റ്റിമേറ്റഡ് വാല്യൂ y2 ഡാഷ്, അതായത് ഈ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റിൽ നിന്ന് ലഭിക്കുന്ന വാല്യൂ y2 ഡാഷ്. അതുപോലെ ഈ പോയിന്റ് x3 y3 ആണ്, y3 ഒബ്സർവ്ഡ് വാല്യൂ ആണ്. ഈ പോയിന്റ് x3 y3 ഡാഷ്, അപ്പോൾ y3 ഡാഷ് ആണ് ഇവിടുത്തെ എസ്റ്റിമേറ്റഡ് വാല്യൂ. അതുപോലെ ഇത് x4 y4, ഈ പോയിന്റ് x4 y4 ഡാഷ്, അപ്പോൾ y4 ഡാഷ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് y1 ഡാഷ്, y2 ഡാഷ്, y3 ഡാഷ്, y4 ഡാഷ് എന്ന് പറയുന്ന പോയിന്റുകളാണ് എസ്റ്റിമേറ്റഡ് വാല്യൂസ്. x1 y1 ഇവിടെയാണെങ്കിൽ y1 ഇവിടെ കാണും. ഇത് x1 y1 ഡാഷ് ആണെങ്കിൽ y1 ഡാഷ് ഇവിടെ ആയിരിക്കും വരുന്നത്, ഈ ലൈനിൽ ഇവിടെ വരും. അതുപോലെ ഇത് x2 y2 ആണെങ്കിൽ ഇതിന് ഇവിടെ y2 വരും. ഇത് x2 y2 ഡാഷ് ആണെങ്കിൽ y2 ഡാഷ് ഇവിടെ വരും. അപ്പോൾ ഈ y2 മൈനസ് y2 ഡാഷ്,
y1 minus y1 dash, y3 minus y3 dash, y4 minus y4 dash എന്നൊക്കെ പറയുന്ന വാല്യൂസ് ഈ ഡിസ്റ്റൻസ് ആണ്. അതായത് ഇവിടുത്തെ y കോർഡിനേറ്റ്, ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള y കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്, അല്ലെങ്കിൽ d1 ആയിട്ട് എടുക്കാം. അതുപോലെ ഇവിടെയുള്ള ഡിഫറൻസ് d2 ആണെന്നും ഈ ഒരു ഡിസ്റ്റൻസ് d3 ആണെന്നും ഈ ഡിസ്റ്റൻസ് d4 ആണെന്നും വിചാരിക്കുക. അതായത് d1 എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് വാല്യൂ ഒബ്സർവ്ഡ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ സ്ക്വയർ d1 സ്ക്വയർ, d2 സ്ക്വയർ, d3 സ്ക്വയർ, d4 സ്ക്വയർ കാണുക. അതിൻ്റെ സം മിനിമം ആവുക. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ പറയുന്നത്. സിഗ്മ y0 മൈനസ് yc ഹോൾ സ്ക്വയർ ഈസ് മിനിമം. സിഗ്മ y0 മൈനസ് yc സ്ക്വയർ മിനിമം എന്ന് പറഞ്ഞാൽ y1 ഡാഷ് മൈനസ് y1 അല്ലെങ്കിൽ y1 മൈനസ് y1 ഡാഷ് സ്ക്വയർ പ്ലസ് y2 മൈനസ് y2 ഡാഷ് സ്ക്വയർ പ്ലസ് y3 മൈനസ് y3 ഡാഷ് സ്ക്വയർ പ്ലസ് y4 മൈനസ് y4 ഡാഷ് സ്ക്വയർ ഈസ് മിനിമം. അത് മിനിമം ആയിരിക്കണം. ആ സിഗ്മ d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ പ്ലസ് d3 സ്ക്വയർ പ്ലസ് d4 സ്ക്വയർ പ്ലസ് എക്സെട്ര മിനിമം ആയിരിക്കാം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ പറയുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ പറയുന്നത് the line of best fit should be drawn in such a manner that the sum of the squares of the differences between the known values of the dependent variable, that is y1 and y1, y2, y3, y4, and the corresponding value of it obtained from the line of best fit, that is y1 dash, y2 dash, y3 dash, y4 dash, etc. From the line of best fit should be the ലീസ്റ്റ്. അത് ലീസ്റ്റ് ആയിരിക്കണം. ആ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻസ് ലീസ്റ്റ് ആയിരിക്കുക. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ പറയുന്നത്. ഇക്വേഷൻ ഓഫ് റിഗ്രഷൻ ലൈൻ ഓഫ് y on x. അപ്പോൾ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്താണ്, റിഗ്രഷൻ ലൈൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് when the given bivariate data are plotted on a graph, we get a scatter diagram. If the points of the scatter diagram concentrate around a straight line, that line is called the line of best fit. That is, the line of best fit is that line which is closer to the points of the scatter diagram. The line is called regression line. The line of best fit is also called regression line. So a regression line is a graphic technique to show the functional relationship between the dependent variable and the independent variable. It shows average relationship between the variables. ഇനി നമുക്ക് അടുത്തത് റിഗ്രഷൻ ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. ദർ ആർ ടു ലൈൻസ് ഓഫ് റിഗ്രഷൻ. കാരണം എന്താണ്, വൈൽ എസ്റ്റിമേറ്റിംഗ് ഓർ പ്രെഡിക്റ്റിംഗ് ദ വാല്യൂസ് ഓഫ് വൈ ഫോർ എനി ഗിവൺ വാല്യൂ ഓഫ് എക്സ്, വി ടേക്ക് വൈ ആസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് എക്സ് ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. വൈൽ എസ്റ്റിമേറ്റിംഗ് ഓർ പ്രെഡിക്റ്റിംഗ് ദ വാല്യൂ ഓഫ് വൈ ഫോർ എനി ഗിവൺ വാല്യൂ ഓഫ് എക്സ്, എക്സിൻ്റെ വാല്യൂ തന്നിട്ട് വൈയുടെ വാല്യൂ കാണാൻ പറഞ്ഞാൽ വൈ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്, എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ദെൻ വി ഗെറ്റ് ലൈൻ ഓഫ് റിഗ്രഷൻ ഓഫ് വൈ ഓൺ എക്സ്. സിമിലർലി ഫോർ എസ്റ്റിമേറ്റിംഗ് ഓർ പ്രെഡിക്റ്റിംഗ് എക്സ് ഫോർ എനി ഗിവൺ വാല്യൂ ഓഫ് വൈ, വി യൂസ് ദ റിഗ്രഷൻ line of x on y. Here x is dependent variable and y is independent variable. Thus there are two regression lines. The two regression equations are not reversible or interchangeable. There are two regression equations. Regression equations are the equations of the regression lines. Regression equation is a mathematical relation between the independent and dependent variables. And the first one is equation of regression line of y on x. Equation of regression line of y on x. അപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? y equal to a plus bx. Let y equal to a plus bx. നമ്മൾ നേരത്തെ പറഞ്ഞ നോർമൽ ഇക്വേഷൻസ് ഉണ്ടാക്കാം. നോർമൽ ഇക്വേഷൻസ് ഉണ്ടാക്കി രണ്ട് വേരിയബിൾ ഉള്ളപ്പോൾ രണ്ട് നോർമൽ ഇക്വേഷൻസ് ഉണ്ടാക്കി സോൾവ് ചെയ്ത് എയും ബിയുടെയും വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റിഗ്രഷൻ ലൈനായി. ഇവിടെ y equal to a plus bx എന്നാണ്. The normal equations to compute a and b are sigma y equal to n a plus b sigma x. y equal to a plus bx എന്നാണ്. അപ്പോൾ ഇവിടെ സിഗ്മ എടുത്തു. സിഗ്മ y equal to സിഗ്മ a. അതുപോലെ
സിഗ്മ ബി എക്സ് ആണ് ബി സിഗ്മ എക്സ്. ഈ സിഗ്മ എ എന്ന് പറയുന്നതാണ് എൻ എ. അതായത് ഇപ്പോൾ y1 ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് 1, y2 ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് 2, y3 ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് 3. അങ്ങനെ n വാല്യൂസ് ഉണ്ടെങ്കിൽ yn ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എൻ വരും. അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ സിഗ്മ വൈ എന്ന് പറയുന്നത്. y1 പ്ലസ് y2 പ്ലസ് എക്സെട്ര പ്ലസ് yn, അത് സിഗ്മ വൈ. ഇവിടെ എ പ്ലസ് എ പ്ലസ് എ പ്ലസ് n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ അതാണ് എൻ എ വന്നത്. ബി എക്സ് 1 ബി എക്സ് 2 ബി എക്സ് 3 അങ്ങനെ ബി എക്സ് എൻ വരെയുള്ള ആഡ് ചെയ്യുമ്പോൾ ബി ഇൻറ്റു സിഗ്മ എക്സ്. അപ്പോൾ സിഗ്മ വൈ ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്. അതാണ് ആദ്യത്തെ നോർമൽ ഇക്വേഷൻ. നമ്മൾ ഇതിനെ എക്സ് കൊണ്ട് ഗുണിക്കുക. ഈ ഇക്വേഷൻ മൊത്തം എക്സ് കൊണ്ട് ഗുണിച്ചാൽ എന്താവും? ഇവിടെ എക്സ് വൈ വരും, ഇവിടെ എ എക്സ് വരും, ബി എക്സ് സ്ക്വയർ വരും. എന്നിട്ട് സിഗ്മ കൊടുത്താൽ എന്തായിരിക്കും? സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. ഇതാണ് രണ്ട് നോർമൽ ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് റിഗ്രഷൻ ലൈൻ ഓഫ് y on x കാണാൻ y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്ന് എഴുതി. ഇനി എയും ബിയും കണ്ട് അതിൻ്റെ വാല്യൂ y ഈക്വൽ ടു എ പ്ലസ് ബി എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അത് കണ്ടെത്തുന്നതിന്, ആ കോൺസ്റ്റൻസ് കണ്ടെത്തുന്നതിന് രണ്ട് നോർമൽ ഇക്വേഷൻസ് എടുക്കുന്നു. ആ നോർമൽ ഇക്വേഷൻസ് ഇതാണ്. സിഗ്മ വൈ ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്, സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. ഇത് സോൾവ് ചെയ്യുക. സോൾവിങ് ദീസ് ഇക്വേഷൻസ് ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇക്വേഷനെ n കൊണ്ട് ഗുണിച്ചു. ഇതിനെ മൊത്തം n കൊണ്ട് ഗുണിച്ചപ്പോൾ എന്ത് വന്നു? n ഇൻറ്റു സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എൻ എ സിഗ്മ എക്സ് പ്ലസ് എൻ ബി സിഗ്മ എക്സ് സ്ക്വയർ. ഇനി ഒന്നാമത്തെ ഇക്വേഷനെ സിഗ്മ എക്സ് കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എന്തായി? സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഈക്വൽ ടു എൻ എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനെ n കൊണ്ട് ഗുണിച്ചു, ഒന്നാമത്തെ ഇക്വേഷൻ സിഗ്മ എക്സ് കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എൻ എ സിഗ്മ എക്സ് എന്ന് കിട്ടി. ഇനി തേർഡ് ഇക്വേഷൻ ഫോർത്ത് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ഇക്വേഷൻ 4 ഫ്രം ഇക്വേഷൻ 3. അപ്പോൾ എന്തായിരിക്കും വരിക? n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഈക്വൽ ടു, ഇത് 0 ആയി പോകുന്നു, കട്ട് ചെയ്ത് പോയി, എൻ ബി സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് ബി സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ എൻ ബി സിഗ്മ എക്സ് സ്ക്വയർ ബി സിഗ്മ എക്സ് സ്ക്വയർ കോമൺ ആണ്. ബി എന്ന് പറയുന്നത് ബി ഔട്ട് സൈഡിൽ എടുത്താൽ എന്ത് വരും? എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഈക്വൽ ടു ബി ഇൻറ്റു ബ്രാക്കറ്റിലെ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. അതായത് ബി ഈക്വൽ ടു എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. അതിനെ ബി വൈ എക്സ് എന്ന് നമുക്ക് പറയാം. ബി വൈ എക്സ് അതാണ്. ആ ബിയെ നമ്മൾ ബി വൈ എക്സ് ആണ്. അതായത് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് വൈ ഓൺ എക്സ്. അതാണ് ഈ ലൈൻ വൈ ഓൺ എക്സ് ആണല്ലോ. വൈ ഓൺ എക്സിൻ്റെ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിന് ബി ആണ്. അതിനെ ബി വൈ എക്സ് എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ സിഗ്മ വൈ ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് നോർമൽ ഇക്വേഷൻ. സിഗ്മ വൈ ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്. നമ്മൾ എൻ കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്തു. അപ്പോൾ സിഗ്മ വൈ ബൈ എൻ ഈക്വൽ ടു എൻ എ ബൈ എൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ വൈ ബൈന് വൈ ബാർ എ പ്ലസ് ബി എക്സ് ബാർ. അപ്പോൾ വൈ ബാർ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ബാർ ആണ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ആണ്. അപ്പോൾ വൈ ബാർ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ബാറിൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ബാർ മൈനസ് ബി എക്സ് ബാർ. അപ്പോൾ എ എന്ന് പറയുന്നത് വൈ ബാർ മൈനസ് ബി എക്സ് ബാർ. ബട്ട് വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. ഈ എക്ക് പകരം വൈ ബാർ മൈനസ് ബി എക്സ് ബാർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ ബാർ മൈനസ് ബി എക്സ് ബാർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? വൈ ഈക്വൽ ടു വൈ ബാർ മൈനസ് ബി എക്സ് ബാർ പ്ലസ് ബി എക്സ്. അപ്പോൾ മൈനസ് ബി എക്സ് ബാർ പ്ലസ് ബി എക്സ്. അപ്പോൾ ഈ വൈ ബാർ ഇങ്ങോട്ട് വന്നു. വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ബട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി വൈ എക്സ് ആണ്. അപ്പോൾ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇതാണ് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ്. വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ, വേർ ബി വൈ എക്സ് ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇന്റഗ്രേഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. എക്സ് ഓൺ വൈ ആണ്. നേരത്തെ വൈ ഓൺ എക്സ് ആണ്. അപ്പോൾ വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എടുത്തു. ഇവിടെ എക്സ് ഓൺ വൈ ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. എക്സ് ഓൺ വൈയിൽ വൈ ഇൻഡിപെൻഡൻറ്റും എക്സ് ഡിപ്പെൻഡൻ്റ് ആണ്, വേരിയബിൾ ആണ്. എക്സ് ഡിപ്പെൻഡ്സ് ഓൺ വൈ.
അപ്പോൾ എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. നേരത്തെ പോലെ നോർമൽ ഇക്വേഷൻ സിഗ്മ എക്സ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ വൈ. അടുത്ത നോർമൽ ഇക്വേഷൻ ഇതിനൊക്കെ വൈ കൊണ്ട് കുടിച്ചാണ്. അപ്പോൾ സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എ സിഗ്മ വൈ പ്ലസ് ബി സിഗ്മ വൈ സ്ക്വയർ. നേരത്തെ പോലെ തന്നെ സോൾവ് ചെയ്തിട്ട് എന്തുവരും? രണ്ടാമത്തെ ഇക്വേഷൻ എൻ കൊണ്ട് ഗുണിച്ചു, ആദ്യത്തെ ഇക്വേഷനെ സിഗ്മ വൈ കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എൻ സിഗ്മ എക്സ് വൈ ഈക്വൽ ടു എൻ എ സിഗ്മ വൈ പ്ലസ് എൻ ബി സിഗ്മ വൈ സ്ക്വയർ. ഇവിടെ സിഗ്മ വൈ കൊണ്ട് ഗുണിച്ചാൽ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഈക്വൽ ടു എൻ എ സിഗ്മ വൈ പ്ലസ് ബി സിഗ്മ വൈ ഇൻറ്റു സിഗ്മ വൈ ഹോൾ സ്ക്വയർ. സബ്ട്രാക്ട് ഇക്വേഷൻ 4 ഫ്രം ഇക്വേഷൻ 3. അപ്പോൾ എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഈക്വൽ ടു എൻ എ സിഗ്മ വൈ ക്യാൻസൽ ചെയ്തു, എൻ ബി സിഗ്മ വൈ സ്ക്വയർ മൈനസ് ബി സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇത് രണ്ടിലും കോമൺ ആണ്, ബി ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഈക്വൽ ടു ബി ഇൻറ്റു ബ്രാക്കറ്റിൽ എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ ബി എന്താണ്? ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നത് എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ ബി ഈക്വൽ ടു എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണ്. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയിലെ ബി ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ബി എക്സ് വൈ എന്ന് പറയുന്നു. അതായത് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൺ വൈ. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയിലെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് അത് ബി എക്സ് വൈ. നേരത്തെ ഇവിടെ എക്സ് ബി വൈ എക്സ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ എക്സ് ആയിരിക്കും, എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ബി എക്സ് വൈ ആകുമ്പോൾ ഡിനോമിനേറ്ററിൽ വൈ ആണ്, എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇനി അടുത്ത് വീണ്ടും സിഗ്മ എക്സ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ വൈ. ഇക്വേഷൻ നമ്പർ 1 ഇതായിരുന്നു. എല്ലാത്തിനും എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു. സിഗ്മ എക്സ് ബൈ എൻ ഈക്വൽ ടു എൻ എ ബൈ എൻ എ ആണ്, പ്ലസ് ബി ഇൻറ്റു സിഗ്മ വൈ ബൈ എൻ. ഇത് എക്സ് ബാർ, ഇത് വൈ ബാർ. എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് ബി വൈ ബാർ. അപ്പോൾ എ എന്തായിരിക്കും? എ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് ബി വൈ ബാർ. ഈ എ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് ബി വൈ ബാർ എന്നുള്ളത് എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി വൈയിൽ എക്ക് പകരം എക്സ് ബാർ മൈനസ് ബി വൈ ബാർ കൊടുത്തു. അപ്പോൾ എന്തായി? ഇനി ഈ എക്സ് ബാർ ലെഫ്റ്റിലേക്ക് വന്നു. എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. പക്ഷേ ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്? ബി എക്സ് വൈ ആണ്. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പോൾ നമുക്ക് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് കിട്ടി. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ, ലൈൻ ഓഫ് റിഗ്രഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അതുപോലെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ആണെങ്കിൽ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. നമുക്ക് ആ ഫോമിൽ ഒന്ന് എഴുതാം. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ഈസ് വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ, വേർ ബി വൈ എക്സ് ഈക്വൽ ടു n into sigma xy minus sigma x into sigma y by n into sigma x square minus sigma x whole square. Regression equation of x on y is x minus x bar equal to bxy into y minus y bar. x on y ആണെങ്കിൽ bxy ആണ്, x minus x bar equal to bxy into y minus y bar ആണ്. y on x ആണെങ്കിൽ y minus y bar equal to byx into x minus x bar. ഇനി അതുപോലെ ബി വൈ എക്സ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ എക്സ് ആണ്, ബി എക്സ് വൈ ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ വൈ ആണ്. ബി വൈ എക്സ് ആൻഡ് ബി എക്സ് വൈ ആർ നോൺ ആസ് റിഗ്രഷൻ കോഎഫിഷ്യൻസ്. ഇനി നമുക്ക് ഇതിനെ കോറിലേഷൻ കണ്ടതുപോലെ ഡി എക്സ് ഡി വൈ വെച്ചിട്ടും കാണാം. അപ്പോൾ ഈ എക്സിന് പകരം ഡി എക്സ് ആയിരിക്കും മാത്രം, വൈക്ക് പകരം ഡി വൈ എന്നാവും. അതുപോലെ അരിത്തമെറ്റിക് മീനിൽ നിന്ന് ഡീവിയേഷൻസ് എടുക്കാം. അതായത് ഡി എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ എന്നെടുത്താൽ സിഗ്മ ഡി എക്സ് 0 ആവും, സിഗ്മ ഡി വൈയും 0 ആവും. അപ്പോൾ വരുന്നത് സിഗ്മ ഡി എക്സ് ഡി വൈ ബൈ സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ ആണ് ഇവിടെ വരിക. ഇവിടെയാണെങ്കിൽ സിഗ്മ ഡി എക്സ് ഡി വൈ ബൈ സിഗ്മ ഡി വൈ സ്ക്വയർ എന്നായിരിക്കും വരിക. ഇത് 0 ആയി പോകും. അതായത് ഡി എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ബാർ എന്നും ഡി വൈ ഈക്വൽ ടു വൈ മൈനസ് വൈ ബാർ എന്നും എടുക്കുകയാണെങ്കിൽ ആ രീതിയിലായിരിക്കും വരുന്നത്. ഫൈൻഡ് റിഗ്രഷൻ ഇക്വേഷൻസ് എക്സ് ഓൺ വൈ ആൻഡ് വൈ ഓൺ എക്സ് ഫ്രം ദി ഫോളോയിങ്. എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈയും വേണം, വൈ ഓൺ എക്സും വേണം. രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് വേണം.
അപ്പോൾ നമുക്ക് എക്സ് വൈ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എക്സ് വൈ എന്നുള്ള അങ്ങനെയുള്ളൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. അതിനുശേഷം ബി എക്സ് വൈ ബി വൈ എക്സ് എക്സ് ബാർ വൈ ബാർ കണ്ടെത്തണം. പിന്നെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ഈസ് വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അതുപോലെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ഈസ് എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ആ രീതിയിൽ കണ്ടെത്താം. അപ്പോൾ ആദ്യം നമുക്കൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. എക്സ് 25, 30, 35, 40, 45, 50, 55. Y 18, 24, 30, 36, 42, 48, 54. എക്സ് വൈ 25 ഇൻറ്റു 18, 30 ഇൻറ്റു 24. ആ രീതിയിൽ എക്സ് വൈ കണ്ടെത്തി. പിന്നെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എല്ലാത്തിൻ്റെയും ടോട്ടൽ കണ്ടുപിടിച്ചു. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ ഡി എക്സ് എക്സ് മൈനസ് 25 എന്ന് എടുത്തിട്ട് ഡി വൈ വൈ മൈനസ് 18 എടുത്ത് ആ രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ രീതിയിൽ ചെയ്യാം. ഇവിടെ n എന്ന് പറയുന്നത് 1 2 3 4 5 6 7 ആണ്. n = 7 ആണ്. അപ്പോൾ ആദ്യം എക്സ് ബാർ എന്ന് വെച്ചാൽ സിഗ്മ എക്സ് ബൈ എൻ 280/7 40. അതുപോലെ വൈ ബാർ സിഗ്മ വൈ ബൈ എൻ 252/7. പിന്നെ ബി എക്സ് വൈയും ബി വൈ എക്സും ഒക്കെ കണ്ടെത്തണം. ഇതൊക്കെ നമ്മളിവിടെ എടുത്ത് എഴുതി. ബി എക്സ് വൈ = n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. 7 ഇൻറ്റു എക്സ് വൈയുടെ ടോട്ടൽ 10920 മൈനസ് സിഗ്മ എക്സ് 280 ഇൻറ്റു 252/7 ഇൻറ്റു 10080 മൈനസ് സിഗ്മ വൈ സ്ക്വയർ, അതായത് 252 സ്ക്വയർ 252 ഇൻറ്റു 252. സിംപ്ലിഫൈ ചെയ്തു. 76440 മൈനസ് 70560/7056 മൈനസ് 63504 5880/7056. സിംപ്ലിഫൈ ചെയ്തപ്പോൾ 840/1008 = 0.83. അടുത്ത ബി വൈ എക്സ് കാണണം. ബി വൈ എക്സ് നമുക്ക് കിട്ടിയത് ന്യൂമറേറ്റർ സെയിം ആണ്. ഇവിടെയും സെയിം ന്യൂമറേറ്റർ ആണ്. ഡിനോമിനേറ്റർ മാത്രം n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്റർ മാത്രമാണ് മാറുന്നത്. 7 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ 11900 മൈനസ് സിഗ്മ എക്സ് ഇവിടെ 280 സ്ക്വയർ 280 ഇൻറ്റു 280. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. മൊത്തം 1.2. അപ്പോൾ ബി എക്സ് വൈ കിട്ടി, ബി വൈ എക്സ് കിട്ടി. നിങ്ങളിത് പോസ് ചെയ്ത് എഴുതിയെടുത്താൽ മതി. അടുത്ത് എക്സ് ബാർ വൈ ബാർ കണ്ടെത്തണം. എക്സ് ബാർ സിഗ്മ എക്സ് ബൈ എൻ 280/740, വൈ ബാർ സിഗ്മ വൈ ബൈ എൻ 252/736. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ഈസ് വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു വൈ മൈനസ് വൈ ബാർ 36 ഈക്വൽ ടു 1.2 ഇൻറ്റു എക്സ് മൈനസ് 40. y minus 36 equal to 1.2x minus 1.2 into 40, 48. അപ്പോൾ y equal to 1.2x minus 48 minus 36 ഇങ്ങോട്ട് പോകുന്നു പ്ലസ് 36. അപ്പോൾ y equal to 1.2x minus 48 പ്ലസ് 36. അപ്പോൾ മൈനസ് 12. അപ്പോൾ y equal to ax plus b എന്നുള്ള രൂപത്തിലായി. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x എന്ന് പറഞ്ഞാൽ y equal to ax plus b എന്നുള്ള രൂപത്തിലേക്ക് എഴുതണം. അപ്പോൾ y equal to 1.2x minus 12 എന്ന രീതിയിൽ കിട്ടി. ഈ y equal to 1.2x minus 12 is the regression equation of y on x. അപ്പോൾ റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യന്റ് ആണ് 1.2. അപ്പോൾ y on x അതായത് ബി വൈ എക്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് 1.2 ആണ്. ഇനി അടുത്ത നോക്കാം. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. എക്സ് ബാർ എന്ന് പറയുന്നത് 40, വൈ ബാർ എന്ന് പറയുന്നത് 36. സിംപ്ലിഫൈ ചെയ്തു. 0.83 ഇൻറ്റു വൈ 0.83 ഇൻറ്റു 36 2988. അടുത്ത സ്റ്റെപ്പ് എക്സ് ഈക്വൽ ടു ഈ മൈനസ് 40 ഇങ്ങോട്ട് വരും പ്ലസ് 40 ആവും. എക്സ് ഈക്വൽ ടു 0.83 വൈ പ്ലസ് ഇവിടെ മൈനസ് 29.88 പ്ലസ് 40, അതാണ് പ്ലസ് 10.12 എന്ന് വന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ബി എക്സ് വൈ കണ്ടോ. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയുടെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ് ബി എക്സ് വൈ. അത് തന്നെയാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയിൽ വൈയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. അതായത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയിൽ ബി എക്സ് വൈ എന്ന് പറയുന്ന റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അത് വൈയുടെ എക്സ് ഈക്വൽ ടു എ വൈ പ്ലസ് ബി എന്ന രൂപത്തിൽ എഴുതുകയാണെങ്കിൽ വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ കിട്ടി. ഇത് കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞത്. From the following bivariate data, you are required to fit the regression line y on x and predict y if x equal to 20. അപ്പോൾ y on x കണ്ടെത്തിയിട്ട് എക്സിൻ്റെ വാല്യൂ 20 എന്ന് കൊടുത്താൽ വൈയുടെ വാല്യൂ കിട്ടും. അതാണ് വാല്യൂ ഓഫ് y when x equal to 20. Fit the regression line of x on y and predict x if y equal to 10. അപ്പോൾ വൈയുടെ വാല്യൂ നിന്ന് എക്സിൻ്റെ വാല്യൂ കാണണമെങ്കിൽ അത് എക്സ് ഓൺ വൈയിൽ വൈക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ടേബിൾ തന്നിട്ടുണ്ട്, എക്സും വൈയും തന്നിട്ടുണ്ട്. എക്സ് 4 12 8 6 4 4 16 8, വൈ 14 4 2 2 4 6 4 12. അപ്പോൾ എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും ടേബിൾ ഉണ്ടാക്കാം. എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട്. എക്സിൻ്റെ ടോട്ടൽ വൈയുടെ ടോട്ടൽ കണ്ടു. എക്സ് വൈ എക്സ് ഇൻറ്റു വൈ ഇവിടെ കണ്ടു. പിന്നെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ഈ ടേബിളൊക്കെ നമ്മൾ കോറിലേഷനിൽ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ അത് പോസ് ചെയ്തിട്ട് നിങ്ങളിത് ഓരോന്നായിട്ട് എഴുതിയെടുത്താൽ മതി. പെട്ടെന്ന് നമുക്കിത് തീർക്കാം. നമ്മൾ നമുക്ക് അവിടെ കിട്ടിയ വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതി. സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ എക്സ് വൈ, സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ ഇതൊക്കെയാണ് കിട്ടിയത്. എൻ 8 എന്ന് കിട്ടി. എക്സ് ബാർ കണ്ടു. സിഗ്മ എക്സ് ബൈ എൻ 62/8 7.75. വൈ ബാർ സിഗ്മ വൈ ബൈ എൻ 48/8 6. അടുത്ത ബി എക്സ് വൈ ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. എൻ 8 ആണ്. എക്സ് വൈയുടെ ടോട്ടൽ 332, സിഗ്മ എക്സ് 62, സിഗ്മ വൈ 48 by 8 into sigma y square total 432, sigma y 48 into square 48 into 48 2304. അപ്പോൾ 8 into 332 2656 minus 2976 by 3456 minus 2304. സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് -0.2778. അടുത്ത ബി വൈ എക്സിൽ ന്യൂമറേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്റർ മാറ്റം വരും. ഇവിടെ -320/1052 -0.304. അപ്പോൾ ബി എക്സ് വൈ ആയി, ബി വൈ എക്സ് ആയി. ഇനി ബി എക്സ് വൈയും ബി വൈ എക്സും എക്സ് ബാറും വൈ ബാറൊക്കെ അറിയാം. നമുക്കിനി അടുത്തത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് കാണാം. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് ഈസ് വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. വൈ മൈനസ് വൈ ബാർ 6 ആണ്, ഈക്വൽ ടു -0.304 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ 7.75. y minus 6 equal to -0.304x. പിന്നെ -0.304 ഇൻറ്റു -7.75 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.356. ഇനി -6 കൂടെ കൊണ്ടുപോയാൽ +6 ആവും. അപ്പോൾ y ഈക്വൽ ടു -0.304x പ്ലസ് 8.356. ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on xനെ y ഈക്വൽ ടു ax പ്ലസ് b രൂപത്തിൽ എഴുതാൻ കഴിഞ്ഞാൽ ആ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആയിട്ട് വരുന്നതാണ് ബി വൈ എക്സ് വരിക. അപ്പോൾ ബി വൈ എക്സ് എന്ന് പറഞ്ഞാൽ -0.304 കണ്ടു. ഇവിടെ അത് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സിനെ വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി രൂപത്തിലേക്ക് എഴുതിയാൽ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് ബി വൈ എക്സ് ആണ്. ഇനി എക്സ് 20 ആകുമ്പോൾ വൈ എത്ര? ഇഫ് എക്സ് ഈക്വൽ ടു 20, വൈ ഈക്വൽ ടു ഈ എക്സിൻ്റെ 20 എന്നുള്ള വാല്യൂ കൊടുത്താൽ മതി. -0.304 ഇൻറ്റു 20 പ്ലസ് 8.356. സിംപ്ലിഫൈ ചെയ്തപ്പോൾ -6.08 plus 8.356 2.276. bxy byx x bar y bar are any regression equation of x on y. Regression equation of x on y is x minus x bar equal to bxy into y minus y bar. X minus 7.75 equal to -0.2778 into y minus 6. X minus 7.75 minus 0.2778 into y. പിന്നെ -0.2778 ഇൻറ്റു -6 1.6668. എക്സ് ഈക്വൽ ടു -0.2778y പ്ലസ് ഈ -7.75 കൊണ്ട് പോകുന്ന പ്ലസ് വരും, ആഡ് ചെയ്തിട്ട് 9.4168. അപ്പോൾ ഇത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണ്. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയെ എക്സ് ഈക്വൽ ടു എന്ന് എഴുതാൻ കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു സം വാല്യൂ ഇൻറ്റു വൈ പ്ലസ് എ കോൺസ്റ്റൻറ്റ് എന്ന രീതിയിൽ എഴുതിയാൽ വൈയുടെ കോയഫിഷ്യൻ്റായി വരുന്നത് ബി എക്സ് വൈ ആയിരിക്കും. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയെ എക്സ് ഈക്വൽ ടു എന്ന് എഴുതിയാൽ വൈയുടെ കോയഫിഷ്യൻ്റ് ബി എക്സ് വൈ ആണ്. ഇനി ഇഫ് വൈ ഈക്വൽ ടു 10, എക്സ് ഈക്വൽ ടു വൈക്ക് 10 എന്നുള്ള വാല്യൂ ഇതിൽ കൊടുക്കുക. എക്സ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിൽ വൈക്ക് പകരം 10 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ -0.2778 ഇൻറ്റു 10 പ്ലസ് 9.4168 equal to -2.778 plus 9.4168 equal to 6.6388. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സും വൈയും തന്നു കഴിഞ്ഞാൽ എക്സ് വൈ എന്നുള്ള കോളം വേണം, എക്സ് സ്ക്വയർ വേണം, വൈ സ്ക്വയർ വേണം, എല്ലാ കോളവും ടോട്ടൽ ചെയ്യാം. അതിനുശേഷം എക്സ് ബാർ സിഗ്മ എക്സ് ബൈ എൻ, വൈ ബാർ സിഗ്മ വൈ ബൈ എൻ, പിന്നെ ബി എക്സ് വൈ ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. പിന്നെ ബി വൈ എക്സ് കാണാം. ബി വൈ എക്സ് ആണെങ്കിൽ എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ബി എക്സ് വൈയും ബി വൈ എക്സും കിട്ടിക്കഴിഞ്ഞാൽ
Regression equation of y on x is y minus y bar equal to byx into x minus x bar. Values എല്ലാം സിംപ്ലിഫൈ ചെയ്ത് കൊടുത്ത് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഇപ്പോൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. y ഈക്വൽ ടു സം എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അതുപോലെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണെങ്കിൽ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സ് ഈക്വൽ ടു സം വൈ പ്ലസ് എ കോൺസ്റ്റൻറ്റ് എന്ന രൂപത്തിൽ അവിടെയും കിട്ടും. ഇനി എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് വൈ ഓൺ എക്സിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എക്സിൻ്റെ വാല്യൂ അറിയാം, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ വൈ ഓൺ എക്സ് എന്ന ഇക്വേഷനിൽ വൈ ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി വൈയുടെ വാല്യൂ ആണ് തന്നത് എങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണം. വൈയുടെ വാല്യൂ തന്ന് എക്സിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ എക്സ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനിൽ വൈക്ക് തന്ന വാല്യൂ കൊടുത്താൽ മതി. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഓഫ് ദ ഏജ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് ദ ഏജ് ഓഫ് വൈഫ് from the two regression equations and calculate the husband's age when the wife's age is 16. Also find the age of wife when husband's age is 40. നമുക്ക് തന്നിട്ടുണ്ട്, ഹസ്ബൻഡ്സ് ഏജ് തന്നു, വൈഫ്സ് ഏജ് തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ എക്സ് ആയിട്ട് രണ്ടാമത്തേത് വൈ ആയിട്ട് നമുക്ക് എടുക്കാം. ടേക്ക് ഹസ്ബൻഡ്സ് ഏജ് ആസ് എക്സ് ആൻഡ് വൈഫ്സ് ഏജ് ആസ് വൈ. അപ്പോൾ എക്സും വൈയും ആയി. എക്സ് സ്ക്വയർ നമുക്കൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. എക്സ് വൈ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. അതിനുശേഷം രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് കാണേണ്ടത് ഹസ്ബൻഡ്സ് ഏജ് കാണണം, വൈഫ്സ് ഏജ് 16 ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ വൈ 16 ആണെങ്കിൽ എക്സ് എത്ര. ഇപ്പോൾ വൈ ഓൺ എക്സിൽ വൈ 16 ആണെങ്കിൽ എക്സ് എത്ര എന്നാണ്. അപ്പോൾ എക്സ് ഓൺ വൈയിൽ വൈക്ക് 16 കൊടുത്താൽ മതി. അതുപോലെ ഓൾസോ ഫൈൻഡ് ഏജ് ഓഫ് വൈഫ് വെൻ ഹസ്ബൻഡ്സ് ഏജ് ഇസ് 40. അതായത് എക്സ് 40 ആകുമ്പോൾ വൈ എത്ര. അപ്പോൾ വൈ ഓൺ എക്സ് എന്നുള്ള ഇക്വേഷനിൽ എക്സിന് 40 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു. എക്സ് വൈ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. എക്സ് എല്ലാം ടോട്ടൽ ചെയ്തു, വൈ ടോട്ടൽ ചെയ്തു, എക്സ് വൈ കണ്ടു ടോട്ടൽ ചെയ്തു, എക്സ് സ്ക്വയർ കണ്ട് ടോട്ടൽ ചെയ്തു, വൈ സ്ക്വയർ കണ്ട് ടോട്ടൽ ചെയ്തു. അപ്പോൾ എല്ലാം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്ന് പോസ് ചെയ്യുക, എന്നിട്ട് എഴുതിയെടുക്കണം. വാല്യൂസ് എല്ലാം എഴുതി. സിഗ്മ എക്സ് ഈക്വൽ ടു 300, സിഗ്മ വൈ ഈക്വൽ ടു 250, സിഗ്മ എക്സ് വൈ 7623, sigma x square 9138, sigma y square 6414, n equal to 10. X bar sigma x by n 300 by 10 30, y bar sigma y by n 250 by 10 25, bxy n into sigma xy minus sigma x into sigma y by n into sigma y square minus sigma y whole square equal to 10 into sigma xy 7623 minus 300 into 250 divided by 10 into 6414 minus sigma y square 250 square, that is 250 into 250. 76230 minus 75000 divided by 64140 minus 62500. 1230 by 1640 equal to 0.75. byx n into sigma xy minus sigma x into sigma y by n into sigma x square minus sigma x whole square. ഡിനോമിനേറ്റർ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1230 by 1380 0.89. അപ്പോൾ എക്സ് ബാർ 30, വൈ ബാർ 25, bxy 0.75, byx 0.89. bxy equal to 0.75, byx എല്ലാം നമുക്കറിയാം. ഇനി റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു byx ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. y minus 25 equal to 0.89 into x minus 30. Y minus 25 equal to 0.89 into x minus 0.89 into 30, that is 26.7. Y equal to 0.89 into x minus 26.7 plus 25, that is minus 1.7. This is y on x. When x equal to, when husband's age x is 40, wife's age y is obtained by putting x equal to 40 in the equation y on x, which is equal to y equal to 0.89 into 40 minus 1.7, 35.6 minus 1.7, 33.9. When husband's age x is 40, wife's age y is obtained by putting x equal to 40 in the equation y on x. Therefore, y equal to 33.9. Therefore, when husband's age x is 40, wife's age y is 33.9. Any regression equation of x on y കാണണം. Regression equation of x on y is x minus x bar equal to bxy into y minus y bar. X minus 30 equal to 0.75 into y minus 25. X minus 30 equal to 0.75 y minus 0.75 into 25, that is 18.75. X equal to 0.75 y minus 18.75
plus 30, that is x equal to 0.75y plus 11.25. When wife's age y is 16, husband's age x is obtained by putting y equal to 16 in the equation x on y. വൈയുടെ വാല്യൂ 16 ആണ്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 0.75 ഇൻറ്റു 16 പ്ലസ് 11.25, 12 പ്ലസ് 11.25 ഈക്വൽ ടു 23.25. Therefore, when wife's age y is 16, husband's age x is 23.25.